മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രതാപനെ ശല്യം ചെയ്യുന്ന വിശ്വനാഥൻ്റെ ആത്മാവ് പ്രതാപൻ പോലും അറിഞ്ഞിട്ടില്ലാത്ത പല സത്യങ്ങളും പ്രതാപനോട് തുറന്നു പറയുന്നുണ്ട്. സ്വന്തം അമ്മയുടെ ഓരോ തെറ്റുകുറ്റങ്ങൾ വിശ്വനാഥൻ തന്നോട് വന്ന് പറയുമ്പോൾ തനിക്ക് അത് കേട്ടിട്ട് എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. ഇങ്ങനൊരു സ്ത്രീയുടെ മകനായി ജനിച്ചതിന്. മാത്രമല്ല, നിങ്ങൾ എന്തൊരു സ്ത്രീയാണ്. എൻ്റെ അമ്മായിയമ്മയെ പോലും നിങ്ങൾ കൊന്നതല്ലേ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ അമ്മായിയമ്മ മരിക്കുന്നതിന് തലേ ദിവസം നിങ്ങളും അമ്മായിയമ്മയും ഭയങ്കര വഴക്കായിരുന്നു. അതിനുശേഷം നിങ്ങളൊരു ജ്യൂസ് കുടിക്കാൻ കൊടുത്തു. അതിനുശേഷമല്ലേ അവർ മരിച്ചത്. സത്യം പറ, ആ ജ്യൂസിൽ നിങ്ങൾ വിഷം കലർത്തി കൊടുത്തില്ലേ? എനിക്കറിയാം കൊടുത്തിരുന്നു എന്ന്. ഇതൊക്കെ നിന്നോട് ആര് പറഞ്ഞടാ? വിശ്വനാഥനാണ് എന്നോടെല്ലാം പറയുന്നത്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൻ പറയുന്നതെല്ലാം സത്യമാണല്ലോ, നടന്നതെല്ലാം അതുപോലെ തന്നെ ഇവൻ പറയുന്നു. ഇതെങ്ങാനും മോഹിനി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അപ്പോൾ പ്രതാപനും പറയുന്നുണ്ട്, ഞാൻ ഇതൊന്നും ഇതുവരെ മോഹിനിയോട് പറഞ്ഞിട്ടില്ല. മോഹിനിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാമല്ലോ. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ ഞാനിതെല്ലാം മോഹിനിയോട് പറഞ്ഞു കൊടുക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അതേസമയം മോഹിനിയോട് പറഞ്ഞറിയിച്ചിട്ടാണ് പോകുന്നത്. മഹാലക്ഷ്മി മോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് കണ്ണനെയും കൂടെ കൂട്ടണം. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തിനാ അങ്ങനെ കൂടെ കൂട്ടേണ്ടത്? സത്യങ്ങളെല്ലാം മഹാലക്ഷ്മി മോൾ പറഞ്ഞല്ലോ, പിന്നെന്തിനാ നീ കണ്ണനെ കാണാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് നേരിട്ടും കൂടി പറയണം എന്ന് പ്രതാപൻ വാശി പിടിച്ച് കൊച്ചു പിള്ളാരെ പോലെ അരലേറിക്കരയുന്നു. അതേസമയം മോഹിനി അമ്മയാണെങ്കിൽ കമലേശ്വരത്ത് വന്ന് റെഡിയായിട്ട് നിൽക്കുന്ന മഹിയെ കാണാനായിട്ട് റൂമിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല പട്ടുസാരിയൊക്കെ ഉടുത്ത് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് മുല്ലപ്പൂവൊക്കെ ചൂടി സുന്ദരിയായി നിൽക്കുന്ന മഹിയെ കണ്ട് മോഹിനിയമ്മ സന്തോഷം നിറഞ്ഞ കണ്ണീരോടെ മഹിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് മഞ്ജുവിന് ലേഖയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. മഹാലക്ഷ്മി ഇത്രയധികം സുന്ദരിയാക്കി ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ മഞ്ജുവും ലേഖയാണ്. സഹോദരിയുടെ സ്ഥാനത്ത് നിന്നാണ് രണ്ടുപേരും മഹിയെ പരിചരിക്കുന്നത്. മഹിക്ക് ഈ സമയത്ത് വേണ്ടുന്ന ഫുഡായാലും പരിചരണം ആയാലും ദുർഗയുടെ സ്ഥാനത്തു നിന്നും കരുണയുടെ സ്ഥാനത്തു നിന്നും കിട്ടില്ലെന്ന് മനസ്സിലാക്കി കരുണയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇപ്പം ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും മഞ്ജുവും അതുപോലെ ലേഖയാണ്. ലേഖയ്ക്കാണെങ്കിൽ മഞ്ജുവിൻ്റെയും അതുപോലെ കണ്ണൻ്റെയൊക്കെ അച്ഛൻ്റെ മരണത്തിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് ഇപ്പം വ്യക്തമായിട്ട് അറിയാം. എന്നിട്ടാണ് സ്നേഹിക്കുന്നത്. എന്നാൽ മഞ്ജുവിൻ്റെ കാര്യം അങ്ങനെയല്ല. മഹി സാക്ഷിയാണ്. പ്രതാപനാണ് മഞ്ജുവിൻ്റെയൊക്കെ അച്ഛനെ കൊന്നത് എന്നുള്ള സത്യം ഇതുവരെ മഞ്ജു അറിഞ്ഞിട്ടില്ല. ആ സത്യം അറിയുമ്പോൾ ഇതുപോലുള്ള സ്നേഹം മഞ്ജുവിന് മഹിയോട് തോന്നുമോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും മഞ്ജു ഒരു കാര്യം ഉറപ്പിക്കും, മഹാലക്ഷ്മി അപ്പോഴും നിരപരാധിയാണ്. നേരിക്കണ്ട് ആ സത്യങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറഞ്ഞില്ല എന്നൊരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. അത് ചിലപ്പം കരുണയുടെയും മഹിയുടെയൊക്കെ ജീവിതം തകരും എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ കണ്ണേട്ടൻ ഒരു കൊലപാതകയായി മാറും എന്ന് കരുതിയിട്ടൊക്കെ ആകുമെന്നുള്ള ഒരു നിരപരാധിത്വം ഒരു പക്ഷേ ഭാവിയിൽ മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കുമെങ്കിലും സത്യങ്ങൾ അറിയുമ്പോൾ എങ്ങനെയാണ് ഉൾക്കൊള്ളുക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഗംഭീരമായിട്ട് ഒരുക്കി മഹിയെ താഴേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് മോഹിനിയമ്മയാണെങ്കിൽ മഹിക്കും അതുപോലെ കണ്ണനും ആരതിയൊക്കെ ഒഴിഞ്ഞ് കണ്ണനാണെങ്കിൽ മഹിയുടെ കഴുത്തിലേക്ക് ഒരു പൂമാല അണിയിക്കുന്നുണ്ട്. മാത്രമല്ല കെട്ടിപ്പിടിച്ച് നെറ്റിയിലൊരു മുത്തവും കൊടുക്കുന്നു. മഹിയാണെങ്കിൽ ഭയങ്കര സന്തോഷവതിയാണ്. അങ്ങനെ എല്ലാവരും കൂടി മഹിയെ അവിടെ സോഫയിൽ കൊണ്ടുവന്ന് ഇരുത്തിയതിന് ശേഷം മധുരം കൊടുക്കുന്നുണ്ട്. ലേഖ കൊടുക്കുന്നു, മഞ്ജു കൊടുക്കുന്നു, മോഹിനിയമ്മ കൊടുക്കുന്നു, മാത്രമല്ല കണ്ണനും കൊടുക്കുന്നു. അതെല്ലാം കണ്ട് ദേഷ്യം പിടിച്ച് നിൽക്കുവാണ് ദുർഗയും ഉണ്ണിയും അതുപോലെ കരുണയും. കരുണയുടെ മനസ്സിലാണെങ്കിൽ തീരാത്ത പകയാണ്. ഈ ഒരു ഭാഗ്യവും സന്തോഷമൊക്കെ തൻ്റെ ജീവിതത്തിൽ മാത്രമേ ഉണ്ടാകൂ എന്ന് കരുതിയിട്ട് ഒരിക്കലും ഉണ്ടാകില്ല എന്ന് കരുതിയ അവൾക്കാണിപ്പോൾ ആദ്യമായിട്ട് കുഞ്ഞ് ജനിക്കാൻ പോകുന്നത്. തൻ്റെ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ എൻ്റെ കുഞ്ഞിനോടായിരുന്നായിരിക്കും സ്നേഹം. ഇപ്പം മഹാലക്ഷ്മിയോട് എല്ലാവരും അമിതമായിട്ട് സ്നേഹവും വാത്സല്യം കാണിക്കുന്നത് കണ്ടതിൻ്റെ കുശുമ്പാണ് കരുണയെ അലട്ടുന്നത്. കരുണയാണെങ്കിൽ മഹിക്ക് മധുരമൊന്നും കൊടുക്കാൻ പോകുന്നുമില്ല. എന്തായാലും ചടങ്ങുകളൊക്കെ നല്ല ഗംഭീരമായിട്ട് കഴിഞ്ഞ് മഹിയും കൂട്ടി കരുണാലയത്തിലേക്ക് ചെല്ലുമ്പോൾ, അതായത് കണ്ണനും ഇനി പിന്നാലെ ചെല്ലുമോ? ഇനി അപ്പോഴായിരിക്കും സത്യങ്ങളെല്ലാം എല്ലാവരും അറിയാൻ പോകുന്നത്. എന്തായാലും ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. പ്രതാപൻ സത്യങ്ങൾ തുറന്നു പറയാതെ വിശ്വനാഥൻ്റെ ആത്മാവ് പ്രതാപൻ്റെ പിന്നിൽ നിന്നും മാറത്തുമില്ല. അതുപോലെ പ്രതാപൻ നോർമൽ അവസ്ഥയിലേക്ക് വരണമെങ്കിൽ സത്യങ്ങൾ അയാളുടെ വായാൽ തന്നെ കണ്ണനോട് പറഞ്ഞെങ്കിൽ മാത്രമേ അയാൾ നോർമൽ അവസ്ഥയിലേക്ക് വരൂ. ഇതിന് ശേഷം ഉണ്ടാകുന്ന പുകിലുകൾ എന്തായിരിക്കുമെന്ന് ഊഹിക്കാൻ പറ്റുന്നില്ല. ഇനി തൽക്കാലം വാമദേവനാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ കളിച്ചതെന്നുള്ള സത്യം ആദ്യം ആരും അറിഞ്ഞില്ലെങ്കിൽ പോലും പ്രതാപൻ്റെ കറുത്ത കൈകൾ കാരണമാണ് വിശ്വനാഥൻ മരണപ്പെടാൻ കാരണമായി എന്നുള്ള സത്യം ഇന്നോ നാളെയോ കൊണ്ട് എല്ലാവരും അറിയും. കാത്തിരിക്കാൻ ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട്. അപ്പോഴും കണ്ണൻ്റെ തീരുമാനം എന്തായിരിക്കും? എന്തായാലും കണ്ണൻ മഹിയെ ഉപേക്ഷിക്കും.
ഇത്രയും വലിയ വിശ്വാസവഞ്ചന കാണിച്ച ഒരു ഭാര്യയോടൊപ്പം തനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് തീർത്തും തീരുമാനിക്കുകയും ചെയ്യും. അത് ദേവി മുത്തശ്ശി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സത്യങ്ങൾ അറിയുന്ന കണ്ണൻ ആദ്യം ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ ആ ദേഷ്യത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ ലേഖയ്ക്കും മാർക്കോയ്ക്കും അതുപോലെ അനന്തുവിനൊക്കെ സഹായിക്കും. അതായത് കണ്ണനെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ പ്രസൻസ് കൊണ്ട് കണ്ണൻ്റെ ദേഷ്യം കുറയ്ക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താകുമെന്ന് കാത്തിരിക്കാം.